പകലും രാത്രിയൊക്കെ ഉള്ള വിസർജനം ഒരു ചട്ടി, മൺചട്ടി, അതിൽ അത് തൂക്കിയിട്ട് പോവും, ബാത്റൂമിൽ ഒഴിക്കും, എന്നിട്ട് ചട്ടി ക്ലീനാക്കും, അങ്ങനെ പോകും. അല്ലെങ്കിൽ ഈ സംഘപരിവാരം ഈ രാജ്യത്തിനെ മാസത്തിൽ എവിടെ എത്തിക്കും എന്ന് പറയാൻ പറ്റില്ല. ഈ ജനങ്ങളെ, കൃഷിക്കാരൻ്റെയും തൊഴിലാളിൻ്റെയും മക്കളെ പട്ടാള ഉടുപ്പിട്ട് കണ്ട് മരണത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഇവർ പോക്കിരികളാവുകയാണ്. ബ്രാഹ്മണന്റെ പ്രത്യയശാസ്ത്രത്തിനെ സംബന്ധിച്ച് ശ്രുതികൾ, സ്മൃതികൾ, ശാസ്ത്രങ്ങൾ, പുരാണങ്ങൾ, ആ ബ്രാഹ്മണന്റെ ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നിടത്തോളം കാലം ബ്രാഹ്മണൻ നിങ്ങളെ ഭരിക്കുന്നത് തോട്ടുന്നു. കമ്മ്യൂണിസം, മാർക്സിസം ഒക്കെ വന്നിട്ട് വെറും 100-150 കൊല്ലമായിട്ടു. ഇത് വേറെന്ന് ഞാൻ കൊടുക്കുന്ന ഉപദേശം. ഈ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച ഒരു പ്രശ്നം, ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭരണം കിട്ടിയതിനോട് കൂടിയിട്ട് അതിന് സ്വാർത്ഥതക്കുള്ള വേദി വിശാലമായിരിക്കുകയാണ്. സ്വയം വിമർശനം എന്നൊരു ആയുധത്തിലൂടെയാണ് ഇത് പ്രയോഗിക്കുന്നത്. ഇതിനെതിരെ ഉള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ആയുധം അതാണ്, സ്വാർത്ഥത്തിനെതിരായിട്ടുള്ള ഈ സംഘപരിവാരം. അവരധികകാലം തുടരില്ല. ഹലോ എവരിവൺ, വെൽക്കം ടു ടൈം ലൈൻ കോൺവെർസേഷൻ. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് പ്രശസ്തനായ മനുഷ്യാവകാശ പ്രവർത്തകനും ട്രേഡ് യൂണിയനിസ്റ്റുമായിട്ടുള്ള അയ്യന്നൂർ വാസു അഥവാ ഗ്രോ വാസു അവർകളാണ്. വെൽക്കം ടു ടൈം ലൈൻ കോൺവെർസേഷൻ സർ. ഐ എം സോ പ്രിവിലേജ് ടു സിറ്റ് ബിസൈഡ് എ റെവല്യൂഷണറി ഐക്കോൺ. ഞാൻ എന്തായാലും ആ ഡോക്യുമെന്ററിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഡോക്യുമെന്ററി റിലീസായിരിക്കുകയാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഒരു 1 hour ഡോക്യുമെന്ററി, ലോങ് ഡോക്യുമെന്ററി ആണ് അവരെടുത്തിട്ടുള്ളത്. അപ്പം ആ ഒരു ഡോക്യുമെന്ററി കണ്ടോ? മുഴുവനായി കണ്ട്? അത് തിരക്കില്ല. എൻ്റെ ആ ചെറുപ്പക്കാരൻ അതിനു വേണ്ടി കുറച്ച് അധ്വാനിച്ചു. അത്ര നന്നാവുമെന്ന് വിചാരിച്ചതല്ല. എൻ്റെ മുന്നിൽ ഡോക്യുമെന്ററി ഗോപാൽമെന്ന് പക്ഷെ എൻ്റെ ഇതാൻ കുറച്ച് നന്നായിട്ട് 1 മണിക്കൂർ, മറ്റേത് ഒരു 6 മണിക്കൂറുള്ള ഗോപാലനെ എടുത്തു. അപ്പം ഈ കുട്ടി നന്നായിട്ട് അധ്വാനിച്ചു. അത് പിന്നെ ഭാവന ഉണ്ടല്ലോ, അപ്പം അല്ലെങ്കിൽ വസ്തു വന്നതാണ്. പിന്നെ കുറച്ചൊക്കെ എന്നോടുള്ള സ്നേഹമുണ്ട്. ഹിസ്റ്ററിയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അതിൽ വന്നിട്ട് 90% അതിലുണ്ടെന്ന് തോന്നിയോ? അല്ല, അവരുടെ ചോദ്യത്തിന് ഞാൻ പറഞ്ഞ ഉത്തരങ്ങളല്ല അതിലുണ്ട്. അതിന്റെ പുറമെ മറ്റുള്ള എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ചോദ്യം കണ്ട് സംസാരിച്ചിട്ടുണ്ടാവും. അതും പിന്നെ അത് മാത്രമല്ല, ഇപ്പം അവസാനമായിട്ട് ഞാൻ ജയിലിൽ കിടന്ന അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ നന്നായി അത് തിരിച്ച് അതിന് കിട്ടുന്നു. അതിൻ്റെ ഓർമ്മയാണ്. അപ്പം അതങ്ങ് അവസാനിക്കേണ്ടതാണ്. ഞാൻ മനസ്സിലാക്കിയിരിക്കുകയാണ്. എന്നാ ഞാൻ അതിൽ ആ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങട്ടെ. 7 വർഷമാണ് കണ്ണൂർ ജയിലില്. എന്തായാലും ജീവിതത്തിൽ ഒരുപാട് ഓർമ്മകൾ ഉണ്ടെങ്കിലും ആ ഒരു പീരീഡ് ഓഫ് ടൈം അത് കടന്നുപോയത് ഭയങ്കരമായിരിക്കും. ഏറ്റവും ചാലഞ്ചിങ് ആയി തോന്നിയത് എന്തായിരുന്നു? അതായത് ഈ ഓർമ്മ ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു ആ ഒരു 7 വർഷം? എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു നിയമമുണ്ട്, ജയിൽ നിയമം. അതായത് അവിടെ തെറ്റായ രീതിയിൽ പെരുമാറിയാൽ, ജയിൽ നിയമങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ പെരുമാറിയാൽ അവരെ സിംഗിൾ സെല്ലിൽ 24 മണിക്കൂർ അടച്ചിടും. ചിലപ്പോൾ അത് 1 ആഴ്ചയാവും, അല്ലെങ്കിൽ 2 ആഴ്ചയാവും, 1 മാസമാവും. അതൊരു ശിക്ഷയാണ്. അത് ആ ശിക്ഷ കൊടുക്കുന്ന ജയിൽ മാനുവൽ പ്രകാരം സൂപ്രണ്ട് വിചാരണ ചെയ്തിട്ടായിരിക്കാം. അടിപിടി ഉണ്ടാക്കുക, അതുപോലുള്ള പ്രശ്നം, തമ്മിലുള്ള പ്രശ്നം. പക്ഷെ എന്നെ അവിടെ കയറ്റിയത് മുതൽ ജയിലിലേക്ക് ഞാൻ ചെന്നത് തന്നെ ഒരു 6-ാം നമ്പർ സിംഗിൾ സെല്ലിലേക്കാണ്. 24 മണിക്കൂർ അവരെ ഇനി അടച്ചിട്ടു. 24 മണിക്കൂറും അടച്ചിടുക എന്ന് പറഞ്ഞാൽ അതൊരു കനത്ത ശിക്ഷയാണ്. ആ ശിക്ഷ 3 മാസമായിട്ട് കഴിഞ്ഞ കൂട്ടർ ജയിൽ സൂപ്രണ്ടിനെ കാല് പിടിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത്രമാത്രം അയാൾക്കത് അസഹ്യമായിട്ട്.
അവിടെ ഞാൻ ഈ ജയിൽവാസം 7 കൊല്ലം 2 മാസമാണ് ഉണ്ടായിരുന്നു. അത്രയും കാലം ഞാനത് 24 മണിക്കൂർ ജയിലിൽ സിംഗിൾ സെല്ലിൽ കിടക്കുന്നത്. അത് തന്നെ ഒരു വലിയ അനുഭവമാണ്. കുറച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കും. സന്ധ്യക്ക് എല്ലാവരെയും അടയ്ക്കുന്ന സമയത്ത് ഇതിനെ തുറന്ന് കുറച്ച് വെള്ളം രാത്രി കുളിക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി. ആരുമായിട്ടും സംസാരിച്ചിട്ടൊന്നുമില്ല. ആരോടൊന്നും സംസാരിക്കാൻ വെള്ളം വാർഡർമാർ സെക്യൂരിറ്റി ആയിട്ട് വരും. ബാത്റൂമിൽ പോകുന്നവരും വാർഡർമാർ സെക്യൂരിറ്റി ആയിട്ട് വരും. എന്നിട്ട് രാവിലെ ബാത്റൂം പോകുന്ന സമയത്ത് പകലും രാത്രിയൊക്കെ ഉള്ള വിസർജനം ഒരു ചട്ടി, മൺചട്ടി, അതിൽ അത് തൂക്കിയിട്ട് പോവും, ബാത്റൂമിൽ ഒഴിക്കും. എന്നിട്ട് ചട്ടി ക്ലീനാക്കും. അങ്ങനെ പോയി. അപ്പം ഇതായിരുന്നു അതിന് ഒരു ന്യായീകരണമില്ല. അവർക്ക് എന്നോട് അങ്ങനെ, ഞങ്ങൾ 27 ആളുള്ള ഒരു കേസിൽ എന്നോട് മാത്രമാണ് അവരത് അങ്ങനെ ചെയ്തത്. അപ്പം അതിനൊരു ന്യായീകരണമില്ല. എന്നുവെച്ചാൽ അവർ വ്യക്തിപരമായിട്ട് എന്നെ എത്രത്തോളം തകർക്കാം എന്നുള്ളതിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. അത് പ്രത്യേകമായി തന്നെ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശം അത് അന്നത്തെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ സൂപ്രണ്ടിനെ വിളിച്ചു പറയുന്നു. സൂപ്രണ്ട് അത് നടപ്പിലാക്കുന്നു. ആ സമയത്ത് അറിയായിരുന്നോ വർഗീസിന്റെ ഈ ഒരു കൊലപാതകം ആയിരുന്നു എന്നുള്ളത്? അവര് പ്ലാൻഡ് അറസ്റ്റ് ചെയ്ത ഉടനെ തന്നെ എനിക്ക് അറസ്റ്റിന്റെ മുന്നേ തന്നെ ഞാൻ മനസ്സിലാക്കി. ഇന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു എസ്റ്റേറ്റിൽ വെച്ചിട്ടാണ്. ആ എസ്റ്റേറ്റ് തൊഴിലാളികളാണ് ആദ്യം എന്നെ പിടികൂടുന്നത്. പിന്നീട് അവർ അത് തെറ്റായിരുന്നു അവർക്ക് ബോധ്യപ്പെട്ടെങ്കിലും അപ്പോഴേക്കും പോലീസ് എത്തിക്കഴിഞ്ഞു. പോലീസിനെ അറിയിച്ച വേറെ എസ്റ്റേറ്റിലെ ഒരു സ്റ്റാഫ്. അപ്പം അതുകൊണ്ട് പിന്നെ അവർ എന്നോട് പറഞ്ഞ് ഇങ്ങനെ വർഗീസിനെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം അറിഞ്ഞു. എന്നിട്ട് ആണ് ഞാൻ ജയിലിലെത്തുന്നതിൻ്റെ മുന്നേ തന്നെ മാനന്തവാടി പിന്നെ ഒരു 2 മാസം ലോക്കപ്പിൽ ഉണ്ടായിരുന്നു. അവിടെ ലോക്കപ്പിലല്ല, ലോക്കപ്പ് തന്നെ, പക്ഷെ അവിടെ ലോക്കപ്പും ജയിലും ഒന്നില്ല. മാനന്തവാടി അതിലൊരു സെല്ലിൽ പിന്നെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നത്. അപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലും ഇത് തന്നെയായിരുന്നു സ്ഥിതി. പിന്നീട് ഞങ്ങളുടെ കേസിലെ മറ്റൊരാൾക്കും കൂടി അങ്ങനെ സംഭവിച്ചു. അയാൾക്ക് ഭ്രാന്തായി. 2 കൊല്ലം അങ്ങനെ ഇട്ടിട്ട് അയാൾക്ക് ഭ്രാന്തായി. ചെറുപ്പക്കാരനായിരുന്നു അയാളൊക്കെ അവരൊരു കാരണം പറഞ്ഞു. കാരണം ശരിയായിരുന്നു. അതായത് അയാൾ പോലീസിൽ നിന്ന് ചാടിപ്പോയി. അയാളെ അറസ്റ്റ് ചെയ്തപ്പം ചാടി. 6 മാസം കഴിഞ്ഞിട്ട് പിന്നെ പിടിയിട്ടു. അതുകൊണ്ടാണ് ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ചെറുപ്പം അയാൾക്ക് 2 കൊല്ലം കൊണ്ട് മെൻ്റലായി സിംഗിൾ സെല്ലിൽ. അപ്പം അത് ആ ശിക്ഷ തന്നെ ഭീകരമായിരുന്നു. പിന്നീട് ഓർമ്മിക്കാവുന്ന അത്ര ഭീകരമായിട്ടുള്ള സംഭവങ്ങളില്ല. പിന്നെ ഞാൻ തന്നെ സ്വയം ആ നിരാഹാരം നടത്തിക്കൊണ്ടുവരുന്ന 24 ദിവസം നീണ്ടുന്നതും 18 ദിവസം നീണ്ടുന്നതൊക്കെ ആയിട്ടുള്ള നിരാഹാരങ്ങൾ അവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. അവിടെ പല വേറെ മാർഗങ്ങളൊന്നുമില്ല. ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരേ ഒരു സമര രൂപം. അത് ആ രീതിയിൽ പിന്നെ 2 തവണ ലോങ് ആയിട്ടുള്ളതും ഒരു 4-5 തവണ 2 ദിവസം 3 ദിവസം 7 ദിവസം ഒക്കെ കഴിച്ചിട്ടാണ് നിരാഹാരങ്ങൾ. അപ്പോൾ അതൊക്കെ തന്നെ. അതല്ലാണ്ട് അവിടുന്ന് ജയിലിൽ നിന്ന് അവർ ഇങ്ങനെ മർദ്ദിക്കുകയോ അതുപോലുള്ള കാര്യങ്ങളൊന്നും അതൊന്നും ചെയ്തിട്ടില്ല. എല്ലാ മർദ്ദനങ്ങളും പുറത്തുനിന്നാണ് പോലീസിന് തന്മരുന്നതാണ്. അത് കുറ്റ്യാടി എന്നായാലും ശരി, മറ്റേ തെഗ്നലി തൃശ്ശേരി കേസിനായാലും ശരി, കുറ്റ്യാടിയിൽ നിന്നാണ് ഏറ്റവും ഭീകര മർദ്ദനം ഉണ്ടാവുന്നത്. കുറ്റ്യാടിയിൽ നിന്ന് അവർ പിന്നെ ഏറെക്കുറെ ഒരു 2-3 മണിക്കൂർ കൊണ്ട് മരണമുഖത്തെത്തിച്ചു. പിന്നെ ഞാൻ 7 ദിവസം ചോര മൂപ്പ് ഒഴിച്ചും കൊണ്ട് കുറ്റ്യാടി ലോക്കപ്പ് കിടന്നു.
മീശ വർക്കിൽ മുതൽ ആ സമയത്ത് പ്രതികരിക്കാൻ ആരും വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഒരു കാരണം അന്ന് പാർട്ടിയിൽ ആർക്കും വരാൻ പറ്റില്ല അന്നേരം. അത് കുറ്റ്യാടി സംഭവം എന്ന് പറഞ്ഞാൽ ആ കുറ്റ്യാടിയിൽ ഒരു നക്സൽ ഗ്രൂപ്പ് അവിടെ പോലീസ് സ്റ്റേഷനിൽ 9 അതെല്ലാം പൊട്ടി പളർന്ന് കിടക്കുന്നു. SIന്റെ ഇറച്ചി അവിടെയൊക്കെ പറ്റി കിടക്കുന്നു. അവിടെ ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞാൽ ഒരു പേര് ഒന്നും അതിനെപ്പറ്റി അറിയാത്ത തന്നെ പിടിച്ചു കൊണ്ടുപോയി. അവർ പിന്നീട് എന്നെ 10-15 ദിവസം കഴിഞ്ഞിട്ട് വിട്ടു. ഞാൻ അതിലില്ലെന്ന് മനസ്സിലാക്കി. ആ പോലീസ് ഓഫീസേഴ്സ് അത്ര നിഷ്പക്ഷത കാണിച്ചു, അവർ വിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്കും എനിക്ക് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി. ഹോസ്പിറ്റലിൽ കിടന്നു ഒരു 50 ദിവസം. പിന്നെ ഗുരുക്കളെടുത്ത് കാരൻ്റെ ഒരു വീഴ്ച, അവിടെ നിന്നാണ് എനിക്ക് എണീറ്റ് നടക്കാവുന്ന ഒരവസ്ഥ വരുന്നത്. അവിടെ നിന്നാണ് പിന്നീട് തിരുനെല്ലി തൃശ്ശേരി ഒഴിച്ചിൽ നടത്തുന്നോടത്താണ് പോകുന്നത്. അവിടുന്നാണ് പിന്നെ പോലീസ് ഓടിക്കുന്നത്. അവിടുന്ന് ആണ് പിന്നീട് കാട്ടുന്നു. 1970 അതാണ് തിരുനെല്ലി തൃശ്ശേരി ആക്ഷൻ. വർഗീസിനെയൊക്കെ വെടി വെച്ചു. ഇപ്പം പല കേസുകളും ഇപ്പൊ ഇങ്ങനെ വരുന്നുണ്ടല്ലോ. അതായത് കൊലപാതകമാണെങ്കിലും റേപ്പ് ആണെങ്കിലും അങ്ങനെ പല കേസുകൾ വരുമ്പോഴും അതായത് ഇപ്പം ജയിലിൽ പോകുന്ന ആളുകൾക്ക് അവിടെ തീറ്റിപ്പോറ്റാനാണ് ഇവരെ കൊണ്ടുപോകുന്നത്. അവർക്ക് ഒരു തരത്തിലുള്ള സ്ട്രഗിളും ഇല്ല അവിടെ. അത് കൊലപാതകം ആയിക്കോട്ടെ, റേപ്പ് ആയിക്കോട്ടെ, ഡൊമസ്റ്റിക് വയലൻസ് ആയിക്കോട്ടെ, ഒന്നിനും. അപ്പം എന്നാൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേറെ തന്നെ ഒരു പൊളിറ്റിക്കൽ അജണ്ട ഉണ്ട്. അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കാരണം ഇത്രയും വലിയ ക്രൈം ചെയ്യുന്ന ആളുകൾക്കൊന്നും വേണ്ട രീതിയിലുള്ള ശിക്ഷ കിട്ടുന്നില്ല. പക്ഷെ ഇതുപോലെയുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തതിന്റെ പേരിൽ ആളുകളെ ക്രൂശിക്കുന്നു. ഇപ്പോഴും അങ്ങനെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ലേ? അതെ, അതിൽ അവര് ഏറ്റവും കടുത്ത ശത്രുക്കളായി കാണുന്നത് ഈ ഇത്തരം ക്രൂരതകൾ ചെയ്യുന്നവരെയല്ല. സമൂഹം ഇന്നുള്ള സ്ഥിതിവിശേഷത്തിൽ നിന്ന് മാറണം എന്ന് ആഗ്രഹിക്കുന്ന അവരാരോ, അവർ മനുഷ്യാവകാശ പ്രവർത്തകരായാലും ശരി, പ്രകൃതി സ്നേഹികളായാലും ശരി, യഥാർത്ഥ രാഷ്ട്രീയക്കാരായാലും ശരി, അവർ പിന്നെ ഇപ്പോഴ് രാഷ്ട്രീയ പാർട്ടികൾ നോക്കുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്ന് വെച്ചാൽ മുമ്പൊക്കെ കമ്മ്യൂണിസ്റ്റുകാരെ നോക്കിയിട്ടായിരുന്നു അവരുടെ പ്രയോഗം മുഴുവൻ. 48 കമ്മ്യൂണിസ്റ്റുകാർ വാങ്ങിച്ച ഭീകരതകൾ 48 ആണ് സേലം ജയിലിൽ വെച്ചിട്ട് 49 സേലം ജയിലിൽ വെച്ചിട്ട് വെടിവെച്ചിട്ട് 22 ആൾ ജയിലിൻ്റെ ഉള്ളിലിട്ട് വെടിവെച്ചു. പുറത്ത് മൊയാരത്തെ ശങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള അയാൾ കോൺഗ്രസ് ആയിരുന്നു. അയാൾ കമ്മ്യൂണിസ്റ്റുകാരെങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, ശരിയല്ല എന്ന് പറഞ്ഞതിനെ കൊണ്ട് അയാൾ അടിച്ചു വന്നു. ഹോങ്കാട് എന്ന് പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടീൻ്റെ സംഘടന ഉണ്ടായി. അവരാണ് പോലീസിന് ഒറ്റിക്കൊടുക്കുന്നതും കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പറയുന്നതൊക്കെ. അവർക്ക് വിവരം കൊടുക്കുന്നത് പോലീസിന് വിവരം കൊടുക്കുന്നു. അവരുടെ കൂടെ സഹായിക്കാൻ വേണ്ടിയിട്ട് പോലീസ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവരുണ്ട്. അങ്ങനെ അവരുടെ എല്ലാ ചെയ്തികളും കൂട്ടുകൂടുന്ന വിഭാഗമായിരുന്നു. അവരാണ് അന്ന് മൊയാർത്ത ശങ്കർ കോൺഗ്രസിൻ്റെ ആദ്യകാല നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. തലശ്ശേരിൻ്റെ വടകരൻ്റെ അതിർത്തിയിലാണ് അദ്ദേഹം ഉണ്ടായത്. ആ ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശം. അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന് 48 അടിച്ചു പോയി. അപ്പം അങ്ങനെ ഭീകരമായിട്ടുള്ളൊരു കാലഘട്ടം കടന്നു വന്നതിനെ കൊണ്ടാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ ലേബലിലാണ് ഇന്ന് ഈ ഭരണകൂടത്തിൽ ഈ കളിയൊക്കെ കളിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയുന്നത്. പലരും മരിച്ചു, പലരും TB ആയിട്ട് മരിച്ചു, പലരും എല്ലൊടിഞ്ഞ് മൂലക്കിടന്ന് മരിച്ചു. അപ്പം ആ തലമുറ തന്നെ പോയി. ഇവരത് കണ്ടിട്ടില്ല. ആ തലമുറ തന്നെ ഇവർ കണ്ടിട്ടില്ല. അന്ന് ഇവർ ജനിച്ചിട്ടില്ല. അവർ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലാവില്ല. ജനങ്ങളുടെ ഇടയിലുള്ള വേദനകൾ മനസ്സിലാക്കി വോട്ടറല്ല അവർ. ജനങ്ങളുടെ വേദനകൾ മനസ്സിലാകാത്തവരാണ്. അതുകൊണ്ടാണ് അവർ ഇത്രമാത്രം സ്വാർത്ഥികളും സുഖഭോഗികളുമായത്.
ഇപ്പം എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അത് ഇപ്പൊ രണ്ടാളുകൾ ആ കേസിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ ഒപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം, അതൊന്നെങ്കിൽ മൈനോറിറ്റി ആവട്ടെ ദലിത് ആയിക്കോട്ടെ, അവരെ മാത്രം ക്രൂശിക്കുന്ന ഒരു പ്രത്യേകതരം ഒരു നിയമം ഇപ്പൊ ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് ഇന്ത്യയിലുടനീളം അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്നൊന്നില് തുടങ്ങിയതുമല്ല. ഈ ആദിവാസികളും ദലിതുകളും പിന്നോക്കക്കാരും ഈ ജാതി സമ്പ്രദായത്തിൻ്റെയും സവർണ പ്രത്യയശാസ്ത്രത്തിൻ്റെയും ബ്രാഹ്മണ ആധിപത്യത്തിൻ്റെയും ബ്രാഹ്മണ പ്രത്യയശാസ്ത്രത്തിൻ്റെയുമായിട്ടുള്ള ആ ആധിപത്യത്തിൽ കിടന്ന് ദാരിദ്ര്യം അനുഭവിക്കുകയും കഷ്ടതകൾ അനുഭവിക്കുകയും മർദ്ദനം സഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ്. അതിപ്പോഴും അപ്പം നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് യു പിയിൽ കാണാം, വടക്കേ ഇന്ത്യയിൽ കൂടുതലായിട്ട് കാണാം. ഇവിടെ എന്തോ മഹാഭാഗ്യത്തിന് ആ നവോത്ഥാന കാലഘട്ടം വന്നു. ശ്രീനാരായണ ഗുരുസ്വാമി പോലെയുള്ള മഹാന്മാരായിട്ടുള്ള മനുഷ്യര്, ചിന്തകര്, അവരെല്ലാം തന്നെ അയ്യങ്കാളി നവോത്ഥാനം നടക്കും. അതെ, അവര് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ആ ബ്രാഹ്മണ പ്രത്യയശാസ്ത്രത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രത്യയശാസ്ത്ര പോരാട്ടങ്ങളും സംഘാടകത്വം നടന്നു. ഏറ്റവും അടുത്തായിട്ടുള്ള എഴുവരും ദലിതര് അയ്യങ്കാളിയും എഴുവര് ശ്രീനാരായണ ഗുരുസ്വാമി, സുകുമാരനാശാൻ പോലുള്ള പ്രതിഭാശാലികൾ ഉണ്ടായി ആ സമൂഹങ്ങളിൽ. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇപ്പോൾ പോലും ഇവിടെ മനുഷ്യരായിട്ട് നമ്മുടെ യുവത്വത്തിനും ജീവിക്കാൻ പറ്റും. അപ്പോഴും ദലിതുകൾ, അടിത്തട്ടിലുള്ള ജനത ഇപ്പോഴും അവരുടെ ഈ അവജ്ഞയും അടിമത്വം പിന്നെ അനുഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം, കാലികമായിട്ടുള്ള ഉദാഹരണമാണ് ഇപ്പോഴും മറ്റേ നമ്മുടെ ചെറുപ്പക്കാരൻ വേടൻ അനുഭവിക്കുന്നു. വേടൻ്റെത് ഞാൻ ഇപ്പം 1-2 ദിവസമായിട്ട് ഞാൻ ആ വേടനെ സംബന്ധിച്ച് കേൾക്കുന്നുള്ളൂ. പക്ഷെ വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാം, അത് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ബ്രാഹ്മണ പ്രത്യയശാസ്ത്രത്തിന് ആധിപത്യത്തിനെ ചോദ്യം ചെയ്ത ഒരു ചെറുപ്പക്കാരന് ബോധപൂർവം പ്ലാൻ ഇട്ടിട്ട് അവരെ ആക്രമിച്ചതാണ്. അതിന് യാതൊരു സംശയമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പിന്നെ ഈ ഒരു കേരള സർക്കാർ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കേണ്ടതാണ് ആ ചെറുപ്പക്കാർ. ആ സമയം നോക്കി തലേന്ന് പോയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പം ഇത്രയും പിന്നെ മോശത്തിൽ എന്ത് ഭീകര കുറ്റമാണ് അവിടെ ഈ ആരാണിത് ചെയ്യുന്നത്? ഒരു ഒറ്റ കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. മയക്കുമരുന്നാണല്ലോ ഇപ്പൊ പറയുന്നത്, കഞ്ചാവ് എനിക്ക് തെളിയിക്കാൻ പറ്റും. ഈ മദ്യത്തിനേക്കാൾ എത്രയോ ആപത്ത് കുറഞ്ഞിട്ടുള്ള സാധനമാണ് കഞ്ചാവ് എന്ന് തെളിയിക്കാൻ പറ്റും. ഈ മദ്യം ഈ ഭരണകൂടം വന്നതിന് ശേഷം ഈ മദ്യഷാപ്പുകളുടെ എണ്ണം എത്ര ഇരട്ടിച്ചാണ്? എൻ്റെ അഭിപ്രായത്തിൽ ഒരു 4 ഇരട്ടി ഇവർ വിദേശ മദ്യഷാപ്പുകളും മറ്റ് കള്ള് ഷാപ്പുകളായിട്ട് പുതുതായിട്ട് തുറന്ന് ഈ രാജ്യത്തിന് എല്ലാ വിധത്തിലുള്ള ആപത്തും വരുത്തി വെച്ചു. ആ കുടുംബങ്ങളെല്ലാം കലങ്ങി മാറും. ഈ പിന്നെ മയക്കുമരുന്നുകളെ കൊണ്ടുണ്ടാവുന്നതിൻ്റെ 10 ഇരട്ടി ഈ മദ്യം കൊണ്ടുണ്ടാവുന്നുണ്ട്. ആരാണ് അത് പ്രചരിപ്പിക്കുന്നത്? ആരാണ് അതിന് പിന്നെ മാസത്തിൽ അതിനെ ഇത്രമാത്രം പെരുപ്പിച്ചത്? കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഈ ഗവൺമെൻറ്റാണ്. ഈയിടെ ഞാനൊരു കണക്ക് പത്രത്തിൽ, എനിക്കത് ഓർമ്മയിൽ കിട്ടുന്നില്ല, ഒരു 6 ഇരട്ടി വിദേശ മദ്യഷാപ്പുകൾ പുതുതായി തുറക്കാൻ ഈ ഭരണകൂടം നിലവിലുള്ളതിൻ്റെ ഈ 10 കൊല്ലം കൊണ്ട് തുറന്ന് അവരിപ്പം ഒരു എന്താണ് എത്ര അളവ് പിന്നെ കഞ്ചാവ് പിടിച്ചതിൻ്റെ അളവ് 6 ഗ്രാം കഞ്ചാവ് പിടിച്ചാണ് ആ ചെറുപ്പക്കാരനകത്താക്കിയിരിക്കുക. പിന്നെ അത് വിട്ടുപോകാതെ തുടർച്ചയായിട്ട് അവനെ തടഞ്ഞു വെക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പം പിന്നെ
പുലിൻ്റെ നഖം ഉണ്ടെന്ന് പറഞ്ഞ പുലിൻ്റെ നഖം ഉണ്ടായിക്കോട്ടെ, പുലിൻ്റെ നഖവും അതുപോലുള്ള ആനക്കൊമ്പും ഒക്കെ എത്രയോ ആൾക്കാർ വെച്ചുകൊണ്ട് ഇരിക്കുന്നു. അവരെ അങ്ങനെ ഉണ്ട് എന്ന് മറ്റുള്ള രീതിയിൽ പറഞ്ഞിട്ട് കേസ് എടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കേസ് എടുത്തിട്ടുള്ള അവരെ ഒരു ദിവസം അത്ര ആൾക്കാരെ ഇവർ തടവിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഇത്രയും എല്ലാ മനുഷ്യരും ഞാൻ അറിയാൻ താമസിച്ചുമായെങ്കിലും ഈ വേടനെ സംബന്ധിച്ച് ഇപ്പം പത്രത്തിലും ഈ ചാനലുകളിലും നന്നായിട്ട് 2 ദിവസമായിട്ട് നമ്മൾ കാണുന്നല്ലോ. യഥാർത്ഥത്തിൽ ആ കുട്ടി ഈ പാട്ട് വലിയൊരു ആയുധമാണ് നവോത്ഥാനത്തിന്. ഈ മനുഷ്യനെ അന്ധകാരത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ പാട്ട്, നാടകങ്ങളൊക്കെ കലാപരമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും വലിയ ഉപകരണമാണ്. കമ്മ്യൂണിസ്റ്റാക്കി ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ അശുവാണ്, ഉറപ്പ്. അവർ ഭരണകൂടത്തിൽ എത്തിച്ച് കമ്മ്യൂണിസ്റ്റ് ആക്കിയാണ്. അതിലുള്ള ഗാനങ്ങളാണ്. ആ കുട്ടി ഈ തെറ്റായിട്ടുള്ള സവർണ പ്രത്യയശാസ്ത്രത്തിനെ സംബന്ധിച്ചും ബ്രാഹ്മണാധിപത്യത്തിനെ സംബന്ധിച്ചും ഈ ജാതി അടിസ്ഥാനത്തിലുള്ള അടിമത്വത്തിനെ സംബന്ധിച്ചുള്ള ഗാനങ്ങളാണ് പാടുന്നതെന്നാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ കേട്ടില്ല. എന്തായാലും അങ്ങനെയുള്ള ആ 10,000-കണക്കിന് യുവാക്കളെ ആകർഷിച്ചിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ ഇത്രയും നിസ്സാരമായിട്ടുള്ള അത് കേസ് നടത്തട്ടെ. എത്ര ആൾക്ക് കേസ് നടത്തി, എന്നിട്ട് എന്താ പിന്നീട് ഒരു റെക്കോർഡ് ഉണ്ടാക്കുന്നത്? എന്ത് ഇത് ഇന്ന രീതിയിൽ കിട്ടിയതാണ്, ഇന്ന ആൾക്ക് അതിന് സർട്ടിഫിക്കറ്റ് ഉണ്ട്. പിന്നെ മലയാളനെ ഞാൻ പോറ്റിയിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടൊരു റെക്കോർഡിക്കലി ഞാൻ ഇതാക്കാൻ ആ ഫോറസ്റ്റിൽ ഒരു ഉദ്യോഗസ്ഥനോട് പറഞ്ഞപ്പം അയാൾ പറഞ്ഞ് ഒരു സാധ്യതയുണ്ട്. നിലമ്പൂരിൽ ഒരു തൃശ്ശൂർക്കാരൻ അവനെ പൊക്കിയിരുന്നു. അയാൾ എടുത്തുന്ന ഒരു കുഞ്ഞിനെ വാങ്ങിയിരിക്കുന്നത് നിങ്ങൾ റെക്കോർഡ് ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ ഞാൻ പോയി അത് കിട്ടിയില്ലെങ്കിലും അയാൾ പിന്നെ മലയാളനെ പോറ്റിലൊക്കെ നിർത്തി. പക്ഷെ എങ്ങനെ റെക്കോർഡ് ഉണ്ടാക്കാൻ എളുപ്പമാണ് ഇവിടെ. അവനെ പിന്നെ പിടിച്ചിട്ട് ജയിലിലാക്കുക. എന്താ ജയിലിലാക്കി അല്ലെ പിന്നെ അവൻ റെക്കോർഡ് ഉണ്ടാക്കാൻ പറ്റുമോ? ഈ റെക്കോർഡ് ഉണ്ടാക്കിയ കൂട്ടരല്ലേ ഇപ്പം മാസത്തിൽ ഇന്നലെ ചാനലിൽ ഒരു പ്രഗത്ഭ ബുദ്ധിജീവിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ പ്രഭാഷണം കേട്ടു. അവനെ ഒന്നാന്തരം അവനെ സംബന്ധിച്ച് ഞാൻ നിരന്തരം നിരീക്ഷിക്കുക. ഒരു നല്ല ബുദ്ധിരാക്ഷസനാണ് അവൻ. ഈ വേടനെതിരെ ഇങ്ങനെ ആരോപണം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഉപാധികൾ കൊണ്ടുവരികയാണ്. അങ്ങനെയുള്ള ബുദ്ധിരാക്ഷസന്മാർ, ഒരു മനസാക്ഷി ഇല്ലാത്ത ഈ ബുദ്ധിരാക്ഷസന്മാരുടെ കയ്യിലാണ് ഈ ചാനലുകളിൽ ഭൂരിഭാഗം ഇപ്പൊ പ്രഭാഷണം. അപ്പം അവർ വിചാരിച്ച വഴിക്ക് കൊണ്ടുപോകണം. മുമ്പൊക്കെ രാഷ്ട്രീയ പ്രാസംഗികന്മാരായിരുന്നു കൊണ്ടുപോകല്. ഇപ്പം ഈ ചാനലിലെ ബുദ്ധിരാക്ഷസന്മാരാണ് സത്യത്തിനെ തലകുത്തി നിർത്താൻ സഹായിക്കുന്നത്. അവൻ ആ പ്രഭാഷകൻ, ആ കുറ്റപ്പെടുത്തുന്ന പ്രഭാഷകൻ നല്ല ബുദ്ധിരാക്ഷസനാണെന്ന് അയാൾ പലതവണ തെളിയിച്ച വരുന്നതാണ്. പക്ഷെ ഉള്ളിൽ മുഴുവൻ എന്താണ്? സംഘപരിവാറാണ്, സവർണ പ്രത്യയശാസ്ത്രം. പുറത്തേക്ക് വിടുന്നില്ല. പുറത്തേക്ക് വിടുന്ന സംഘപരിവാറിൽ ധാരാളം ആൾക്കാരുണ്ട്, ശുദ്ധന്മാർ. അവരുടെ ഐഡന്റിറ്റി പറയും, എന്നിട്ട് അവരുടെ കാര്യം പറയും, അവരുടെ പ്രത്യയശാസ്ത്രം പറയാം. പക്ഷെ ഇത്തരം ക്ഷുദ്രജീവികളാണ് ഏറ്റവും നീചന്മാർ. അവരത് ഉള്ളിൽ വെക്കി എന്നിട്ട് ഈ തരം പുരോഗമനപരമായിട്ടുള്ള വ്യക്തികളെ, അവരുടെ പഴയ ആധിപത്യത്തിന് ചോദ്യം ചെയ്യുന്നവരെ ഒക്കെ ഇടിച്ചു താഴ്ത്താൻ ഇത്തരം ബുദ്ധിരാഷ്ട്രന്മാരാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ നടക്കുകയാണ്. അപ്പം വേടൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഭാവിയിൽ വളർന്നു വരേണ്ടവനും അവരുടേതായിട്ടുള്ള രീതിയിൽ ഈ തെറ്റായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിനെതിരെ ശക്തമായ പോരാട്ടം ഇന്ത്യയിൽ നടക്കാനുള്ളതാണ്. അല്ലെങ്കിൽ ഈ സംഘപരിവാരം ഈ രാജ്യത്തിനെ മാസത്തിൽ എവിടെ എത്തിക്കുമെന്ന് പറയാൻ പറ്റില്ല. ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും അവർ യുദ്ധങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പം തന്നെ അവിടെ
ഒരു കോംപ്രമൈസ് ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ ഇവരെ എത്ര മാസത്തിൽ പാകിസ്ഥാനിൽ എത്ര സ്ഫോടനം ഉണ്ടാക്കുന്നുണ്ട്, എത്രയോ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്ന അനേക കോടികൾ ചെലവഴിക്കുന്നു. അപ്പൊ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായതെന്ന് പറയാൻ പറ്റില്ല. അത് യുദ്ധം കൊണ്ട് ഈ രാജ്യത്തെ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ ആയിട്ടുള്ള പട്ടാളക്കാരെ ഇവിടെയും പാകിസ്ഥാനിലും കൊല്ലാൻ വേണ്ടിയിട്ട് എന്തൊരു ഭീകരന്മാരാണ് ഇവര്. ആജ്ഞാപിക്കുകയാണ്, ഞങ്ങള് ഭീകരന്മാരാണ്, ഞങ്ങൾക്ക് എവിടുത്തെ ശക്തി, ഈ ജനങ്ങളെ കൃഷിക്കാരൻ്റെയും തൊഴിലാളിൻ്റെയും മക്കളെ പട്ടാള ഉടുപ്പിട്ട് കണ്ട് മരണത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഇവര് പോക്കിരികളാവുകയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ട് ഞാൻ അത്രേ പറയുന്നുള്ളൂ. നാളെ വേണമെന്ന് വെച്ചാൽ ഒരു വേണമെങ്കിൽ ഇന്ന് വന്ന് തൂക്കാലോ, അവിടെ നിൽക്കട്ടെ. ഞാൻ ജയിലിലേക്ക് പോകാൻ തയ്യാറുള്ളവനെ കൊണ്ട് തന്നെ ഞാനത് പറയും. ഇതിനു മുമ്പും സംഘപരിവാറിനെതിരെ ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ റിൻഷാദിനെ പോലെ ആൾക്കാരെ അറസ്റ്റ് ചെയ്ത സമയത്തും അതിന് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ മദനി അങ്ങനത്തെ അതിനൊക്കെ ഒരുപാട് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചു. എന്നിട്ടും ഈ സംഘപരിവാറിന്റെ വളർച്ച അത് നമുക്ക് തടുക്കാനോ തകർക്കാനോ കഴിഞ്ഞിട്ടില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അങ്ങനെ അതെന്തുകൊണ്ടായിരിക്കും ആളുകൾക്ക് ഇത് മനസ്സിലാവാത്തതാണ്? അതെ അതെ അതിന്റെ കാര്യം പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സംഘപരിവാറിന്റെ ആശയങ്ങൾ സംഘപരിവാർ വിതരണം ചെയ്തതല്ല. സംഘപരിവാർ ഉണ്ടായിട്ട് പിന്നെ മാസത്തില് ഒരു 100 കൊല്ലത്തിലധികമില്ല അവരുടെ ഇത്. പക്ഷെ ഇത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അവരുപയോഗിക്കുന്ന ഈ ആയുധം, അതായത് സവർണ പ്രത്യയശാസ്ത്രം, ആ പ്രത്യയശാസ്ത്രം ഇന്ത്യൻ്റെ അടിമുടി മനുഷ്യരിൽ അതായത് ബ്രാഹ്മണന്റെ പ്രത്യയശാസ്ത്രത്തിനെ സംബന്ധിച്ച് ശ്രുതികൾ, സ്മൃതികൾ, ശാസ്ത്രങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ ഇത് ചുട്ടുകരിക്കണം എന്നല്ല, അത് ബോംബിട്ട് തകർക്കണം എന്നാണ്. വെണ്ണീര് പോലും കാണിക്കും. ആ ബ്രാഹ്മണന്റെ ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നിടത്തോളം കാലം ബ്രാഹ്മണൻ നിങ്ങൾ ഭരിക്കുന്നത് തോട്ടുന്നതാവും. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമ്മിഞ്ഞപ്പാലിലൂടെ നമ്മൾക്ക് കിട്ടുന്നത് ഇതാണ് എന്ത് ബ്രാഹ്മണ പ്രത്യയശാസ്ത്രം. എന്താ നമ്മുടെ അമ്മമാരാണ് ഈ തെറ്റായിട്ടുള്ള കോടിക്കണക്കിന് ദൈവങ്ങളാണ്. ഈ ദൈവങ്ങളെയൊക്കെ കൊണ്ടു നടക്കുന്നത് നമ്മുടെ അമ്മമാരാണ്. അവരുടെ അമ്മമാർ പഠിപ്പിച്ചാണ്. അങ്ങനെ തലമുറയായിട്ട് ഈ ബ്രാഹ്മണാധിപത്യം, അവര് സേവനം നടത്തിയിരുന്ന രാജാധിപത്യം, അവര് ഈ മനുഷ്യ മനസ്സിലേക്ക് ഇത് അടിച്ചടിച്ച് കയറ്റിയതാണ്. അത് ആയിരക്കണക്കിന് വർഷങ്ങളൊക്കെ ഉണ്ടാ, 10 കൊല്ലം കൊണ്ട് അത് പോകും. അപ്പം ഈ രീതിയിൽ കമ്മ്യൂണിസം മാർക്സിസം ഒക്കെ വന്നിട്ട് വെറും 100-150 കൊല്ലമായിട്ടു. അപ്പം ഈ രീതിയിൽ തെറ്റായ ഒന്ന് ശരിയാണെന്ന് ധരിക്കാൻ തുടങ്ങിയ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ധരിക്കുന്ന ഒരു ജനതയെന്ന് അത് പറച്ചെറിയാൻ വേണ്ടി നല്ല പ്രയാസമുണ്ട്. ആ തരം പ്രയാസങ്ങളെ അതിജീവിക്കാൻ ഞാൻ കുറെ കാലം എൻ്റെ ജീവിതത്തിൽ പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴേ എനിക്കതിന് മാത്രം പ്രാപ്തിയില്ല. എങ്കിലും വേടനെ പോലെയുള്ള ചെറുപ്പക്കാരെ പിന്തുണയ്ക്കേണ്ടതിൻ്റെ കടമയാണെന്ന് ഇന്നലെ മുതൽ എൻ്റെ മനസ്സിലുണ്ട്. അതിന് എന്താ മാർഗം എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനത്തെ ആൾക്കാരിപ്പം കുറവാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, കുറവ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് ഇപ്പം മാസത്തില് ഇതിനോടുള്ള എതിർപ്പിന് എൻ്റെ സമയത്ത് നമ്മൾ ഒറ്റപ്പെടുക. എന്താ വെച്ചാൽ ഭൂരിപക്ഷം നമ്മളുടെ അച്ഛനും അമ്മയും അടക്കം പിന്നെ ഇതിൽ വിധേയരാണ്. അവരുടേതായിട്ടുള്ള കൂടി എതിർപ്പ് ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റാത്ത. അപ്പം മറ്റുള്ള സുഹൃത്തുക്കളുടെ കുടുംബത്തിൻ്റെ ഒക്കെ ഈ പിന്നെ അവരുടെ മുഷ്ടില്, അവരുടെ സ്നേഹക്കുറവ്, അതിനെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. കുടുംബത്തിനെ സ്നേഹിച്ചുകൊണ്ടാ ഓരോരുത്തരും ജീവിക്കുന്നത്. ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ. എനിക്കും കുട്ടികളെ, നമ്മുടെ മക്കളെ എനിക്ക് കുട്ടികളില്ലെങ്കിലും അവരെ കണ്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവര് ദൈവവിശ്വാസികളാണ്. അവർക്ക് പിന്നെ ഈ വാസവണ്ണ അധികം മൂത്തിരിക്കാന്ന് വെച്ചാല് കുഞ്ഞുങ്ങളെ കാണിച്ചു തന്നില്ല എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമ്മള്
കുടുംബത്തോട് വിധേയരായിട്ടാണ് നിൽക്കുന്നത്, സമൂഹത്തോട് വിധേയരായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ആ 99% വിശ്വാസത്തിന് ഒരു വ്യക്തി ഉറച്ചു നിന്നുകൊണ്ട് പോരാടുന്ന സമയത്ത് അയാളുടെ ഒറ്റപ്പെടൽ സഹിക്കാൻ അയാൾ തയ്യാറായിരിക്കണം. മറ്റൊന്നും കൂടിയുണ്ട്, അതായത് ഇപ്പൊ ബേഡൻ അനുഭവിക്കുന്ന ഒന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ശ്രീനാരായണ ഗുരു സന്യാസിയാണ്. ആ സന്യാസം മുറുകെ പിടിച്ചും കൊണ്ടാണ് അദ്ദേഹം ഈ പൊതുവിശ്വാസത്തിന്, അന്നത്തെ 99% വിശ്വാസത്തിന് വെല്ലുവിളിച്ചു. ഇങ്ങനെ പൊതുപ്രവർത്തനം നടത്തുന്നവർ മുഴുവൻ തന്നെ ഈ ബ്ലാക്ക് മെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏർപ്പാടുണ്ടല്ലോ, ആ ബ്ലാക്ക് മെയിലിനെ അതിജീവിക്കാൻ അവന് കഴിഞ്ഞിരിക്കാം. അവൻ 100% ഈ സംസ്കാര സമ്പന്നനായിരിക്കണം. ഒരു ചെറിയ വ്യതിചലനം പോലും ശത്രു ഉപയോഗിക്കും. എനിക്കത് മനസ്സിലായതാണ്. എൻ്റെ ജീവിതത്തിലെ ഉടനീളം ഇന്നെ കരിവാരി തേക്കാൻ പല പ്ലാനുകളും, കഞ്ചാവ് വലിപ്പിക്കാൻ വരെ നോക്കിയിട്ടുണ്ട് ഇവിടുത്തെ തമ്പുരാക്കന്മാരുടെ പിണിയാളുകൾ, അവർക്ക് ആശയവാദത്തിൽ. അതേമാതിരി ഇന്ന ബ്ലാക്ക് മെയിൽ ചെയ്യാം. അതുകൊണ്ടൊന്നല്ല, അതില് ബ്രാഹ്മണിക്കൽ സാധനങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയായിരുന്നു. നക്സലൈറ്റ് എന്ന് പോരുന്നേരം ക്ലീൻ ആയിട്ട് അതാണ്. പക്ഷെ ഇതിൽ നിന്ന് പോരുന്നേരം വേറെയും കുറെ രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞാല് ഇത് വേടന് ഞാൻ കൊടുക്കുന്ന ഉപദേശം ഈ ഇതിലൂടെ വളരെ ഈ സമൂഹത്തിന്റെ ഭൂരിപക്ഷ വിശ്വാസത്തിനെതിരെ, തെറ്റായ വിശ്വാസത്തിനെതിരെ പോരാടലാണ് ഉദ്ദേശമെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശത്രുവിന് വാസ്തുക്കളിൽ ഇര കൊടുക്കരുത്. അത് കുറച്ച് കഞ്ചാവ് ആയാൽ മതി, മദ്യമായാലും അത് പിന്നീട് വികസിപ്പിക്കാൻ അയാൾക്ക് സുഹൃത്തുക്കളെ തീരുമാനിക്കുന്നത് ചിലപ്പം ശത്രുക്കളായിരിക്കും. അയാളുടെ സുഹൃത്തുക്കളായിരിക്കും പ്രേരിപ്പിക്കുന്നത്. പക്ഷെ ആ സുഹൃത്തുക്കള് ശത്രുവിന്റെ ഏജന്റുമാരായി. ഇങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കാണി ഏറെക്കുറെ സന്യാസം അല്ലെങ്കിലും അയാള് ഒരു ഈ തരം ആപത്തുകളെ അതിജീവിക്കാനുള്ള പ്രാപ്തി, അവർക്കൊരവസരം, ശത്രുവിനൊരു ചെറിയൊരവസരം പോലും കൊടുക്കാതിരിക്കാൻ, അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടാതിരിക്കാൻ അയാള് വാസ്തവത്തിൽ സത്യസന്ധമായിട്ട് അങ്ങേറ്റം സംസ്കാര സമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ അങ്ങനെ ഭൂരിപക്ഷത്തിന്റെ വിശ്വാസത്തിന് എതിരെ പോരാടുന്നവന് ഇതൊരു മുന്നറിയിപ്പാണ്. അപ്പം വേടന് തീരുമാനിക്കാം ഇങ്ങനെ വളരെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ജീവിതം സ്വീകരിക്കണോ, അതല്ല സുഖകരമായിട്ടുള്ള ഒരു ജീവിതം പാട്ടും പാടി ജനങ്ങളോടൊപ്പം പോവാം. പക്ഷെ പോരാട്ടം ഉണ്ടാവും, ഐഡിയോളജി അതിനെ കൊണ്ട് ഗുണമുണ്ടാവും. മനസ്സിലായി. ഇപ്പം പണ്ട് നമ്മളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെ ഒരു കോംറേഡ്, ഒരു സഖാവെന്ന് കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒരു ഭയങ്കര ഒരു ഗൂസ് ബംസ് വരുന്ന ഒരു രീതിയിലായിരുന്നു കഥകൾ കേട്ടിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്ന് സഖാവ് എന്ന് പറയുമ്പോൾ ആർക്കും ഒരു അതങ്ങനെ പണ്ടും ഇപ്പത്തേയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഒരു തരത്തിലുള്ള ഐഡിയോളജിയും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുക എന്ന് തോന്നിയിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും ആ മാറ്റം സംഭവിച്ചത്? നല്ല കോംറേഡ് ഇല്ലാത്തത് കൊണ്ടാണോ നമ്മുടെ നാട്ടില്? അങ്ങനെയല്ല. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച ഒരു പ്രശ്നം, അവര് നിലനിൽക്കുന്ന സമൂഹത്തില് വളരെ വലിയ അളവിൽ സ്വാർത്ഥതയും നിസ്വാർത്ഥതയും തമ്മിലുള്ളൊരു ഫൈറ്റ് പോരാട്ടം നടക്കുന്നുണ്ട്. ഈ ഫൈറ്റിൽ അവര് പൂർണ്ണമായിട്ട് നിസ്വാർത്ഥതയുടെ കൂടെ നിൽക്കുന്നോ ഇല്ലയോ എന്നുള്ള പ്രശ്നം ഇപ്പോഴാണ് വെച്ചാൽ അതിന് ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭരണം കിട്ടിയതിനോട് കൂടിയിട്ട് അതിന് സ്വാർത്ഥതക്കുള്ള വേദി വിശാലമായിരിക്കുകയാണ്. ഇപ്പം ഏറെക്കുറെ ഇല്ലാണ്ടായിരിക്കുകയാണ് ആ പാർട്ടിക്ക്. അപ്പം ഇത് എല്ലാ പാർട്ടിൻ്റെയും സ്ഥിതി തന്നെയാണ് ഇപ്പോൾ. അപ്പം ഈ രീതിയിൽ അവർ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയുന്നെങ്കിൽ ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്.
സ്വയം വിമർശനം എന്നൊരു ആയുധത്തിലൂടെയാണ് ഇത് പ്രയോഗിക്കുന്നത്. ഇതിനെതിരെ ഉള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ആയുധം അതാണ്, സ്വാർത്ഥത്തിനെതിരായിട്ടുള്ള. പക്ഷേ ഇവർക്ക് ഇപ്പം അവരുടെ പാർട്ടി അണികൾക്കോ അവരുടെ നേതാക്കന്മാർക്കോ സ്വയം വിമർശനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ചോദിച്ചാൽ വിശദീകരിക്കാൻ പറ്റില്ല. അപ്പം പിന്നെ ഇത്തരം ഒരു കാലഘട്ടം വന്നത് ശരിയാണ്. സാമ്പത്തികമായിട്ട് കുറച്ച് വളർച്ച ഉണ്ടായിട്ടുണ്ട് കേരളത്തിന്. പിന്നെ ആ രീതി അത് അത്തരം ഒരു സ്ഥിതിയിൽ ഞങ്ങൾക്ക് പഴയ പരിപ്പോടെയും കട്ടൻ ചായയും കുടിച്ച് ജീവിക്കാൻ പറ്റൂല എന്ന് അവരെന്നെ പരസ്യമായിട്ട് പറയാം. അത് അതിൻ്റെ ഉള്ളടക്കം പരിപ്പോടെയും കട്ടൻ ചായയും കുടിച്ച് നടക്കണങ്ങളെന്ന് ജനം പറഞ്ഞിട്ടില്ല. പക്ഷെ അവര് വ്യാഖ്യാനിക്കാണ്, ഞങ്ങൾക്ക് ആർഭാടമായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട്, ഞങ്ങൾക്ക് അതിന് കഴിവുണ്ട് എന്നവർ പറയാണ്. പരിപ്പോടെയും കട്ടൻ ചായ എന്നുള്ള പ്രയോഗത്തിലൂടെ അവർ പറയുന്നത് ഞങ്ങളുടെ ആർഭാടത്തിനെ വിമർശിക്കേണ്ടതാണെന്നാണ്. ഞങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട് എന്ന് അവർ പറയും. അപ്പം അങ്ങനെയുള്ളൊരു സമൂഹത്തില് അവര് ഭരണാധികാരികളായിരിക്കുന്നു. അവരെ എന്ത് ചെയ്യണമെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. കോൺഗ്രസ്സുകാര് സംബന്ധിച്ച തീരുമാനം ജനങ്ങൾ എടുക്കുന്നല്ലോ, അത് ഭാര്യൊരു തീരുമാനം. അല്ല, ഇപ്പോഴും സാർ വിശ്വസിക്കുന്നുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഉയർച്ച ഉണ്ടാവും നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ, അല്ലെങ്കിൽ കേരളത്തിൽ ഓൾറെഡി ഇപ്പൊ ഉണ്ട്, ബട്ട് ഇന്ത്യയിലൊരു അതിന് പറ്റിയ ലീഡേഴ്സ് ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്നു? കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. സംഘപരിവാർ ഇവിടെ മഹാശക്തിയാണല്ലോ. സംഘപരിവാർ മഹാശക്തിയാണെന്ന് ഇപ്പം എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം. ഞാനും ഇപ്പം പറഞ്ഞ അത് തന്നെയാണല്ലോ. അവര് മുലപ്പാലിലൂടെ കോടി മനുഷ്യര് ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ ആര്യന്മാര് പ്രവേശിച്ചാണ്. വേണമെന്ന് വെച്ചാൽ ഞാൻ അതിന്റെ ചരിത്രം തന്നെ പറഞ്ഞുതരാം. ജാതി ഉണ്ടായത് എങ്ങനെയെന്ന് പറയാം. ഈ ഇന്ന് നിലവിലുള്ളവർ പറയാത്ത കുറെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷെ പ്രശ്നം ആ രീതിയിലൊക്കെ അവര് വളർന്നു. ആ സാധ്യതകള് രാഷ്ട്രീയമായിട്ട് അവർ ഉപയോഗിച്ചു. അല്ലെങ്കിലും രാഷ്ട്രീയമായിട്ട് ജനങ്ങളുടെ മനഃശാസ്ത്രപരമായും ജനങ്ങൾ ഏത് തരം വിശ്വാസത്തിലാണോ അവര് ഭരണാധികാരത്തിൽ വരിക എന്നുള്ളതാണ് വരിക. അത് പണ്ട് കാലത്തും അങ്ങനെ തന്നെയാണ്. രാജാക്കന്മാരുടെ കാലത്തും അത് മനഃശാസ്ത്രപരമായിട്ട് അവരെ കയ്യിലെടുത്തും കൊണ്ട് തന്നെയാണ് രാജാക്കന്മാർ ഭരിച്ചത്. അപ്പൊ ഇതില് ഈ സംഘപരിവാരം ഞാൻ ഇപ്പം നമ്മൾ അജയ്യരായിട്ടല്ലേ തോന്നുന്നത്. അവരധികകാലം തുടരില്ലേ. അവര് എൻ്റെ അഭിപ്രായത്തിൽ അവരുടെ പ്രതാപത്തിന്റെ കാലം വരുന്ന 10 വരും. ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരാണ്.